കോട്ടയത്തെ ഡോക്ടർ പി.എസ്. ജോണിന്റെ മരുന്ന് പരീക്ഷണത്തിന് ഇരയായവർ കണ്ണൂരിലും. കൂത്തുപറമ്പ് സ്വദേശി ഗോകുൽദാസിന്റെ ശരീരത്തിൽ 15 തവണയാണ് ഡോക്ടർ മരുന്ന് പരീക്ഷിച്ചത്. ചികിത്സ നടത്തിയതിലൂടെ ഇയാൾക്ക് നഷ്ടമായത് 4.5 ലക്ഷത്തിലേറെ രൂപയും. മരുന്ന് പരീക്ഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്താ പരമ്പര തുടരുകയാണ്. കേരള പോലീസിൽ ചേരാൻ എല്ലാ കടമ്പകളും കടന്ന ബിരുദധാരി കൂത്തുപറമ്പ് മാലൂർ സ്വദേശി ഗോകുൽദാസ് ഒരപകടത്തിൽപ്പെട്ട് നട്ടലിന് ക്ഷതമേറ്റ ഈ യുവാവിന്റെ എല്ലാ സ്വപ്നങ്ങളും ആശുപത്രി കിടക്കയിൽ ഞെരിഞ്ഞമർന്നു. നിരന്തര ചികിത്സയുടെ പിൻബലത്തിൽ യന്ത്രക്കസേരയിലേക്ക് ഒന്ന് നിവരാൻ മനസ്സ് വെമ്പുന്ന ഗോകുലിനോട് തലശ്ശേരിയിലെ ഒരു ഡോക്ടർ തന്നെയാണ് കോട്ടയത്തെ ഡോക്ടർ പി.എസ്. ജോണിന്റെ കാര്യം പറഞ്ഞത്. ക്ലിനിക്കിലെത്തുന്ന രോഗികളെ എല്ലാവിധത്തിലും കുരുക്കുന്ന ചികിത്സയാണ് പിന്നീട് കണ്ടതെന്ന് ഗോകുൽ തന്നെ പറയുന്നു. ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ പറയും ഡോക്ടർ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളവിടെ ചെല്ലുമ്പം തന്നെ നമ്മൾ പ്രോനോട്ട് എഴുതി മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായാൽ ഉത്തരവാദി അല്ല എന്നുള്ള പറഞ്ഞിട്ട് എഴുതി മേടിക്കുന്നുണ്ട് അവർ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അറിയില്ല. നമ്മളെ പ്രതീക്ഷ അനുസരിച്ച് ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്. നമ്മൾ ആ പ്രതീക്ഷ കൊണ്ട് നമ്മൾ പോകുന്നത് അവിടെ. ആ ഒരു പ്രതീക്ഷ നമ്മൾ പോകുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അത്ര തന്നെ. 15 തവണ ഗോകുലിന്റെ നട്ടലിൽ ഡോക്ടർ ജോൺ മരുന്ന് പരീക്ഷിച്ചു. പ്രതീക്ഷ തുടിക്കുന്ന ഈ മനസ്സ് അസഹ്യമായ വേദന കടിച്ചമർത്തി. 2 വർഷം നീണ്ട പരീക്ഷണത്തിലൂടെ ഡോക്ടർ പിഴിഞ്ഞത് 4.5 ലക്ഷം രൂപ. കിടപ്പാടമൊഴിച്ച് മറ്റെല്ലാം ഈ കുടുംബത്തിന് നഷ്ടമായി. അരയ്ക്ക് കീഴെ തകർന്ന ഈ അവസ്ഥയിലും കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലമാണ് ഈ യുവാവിന്റെ ഏക വരുമാനം. വാർദ്ധക്യത്തിലും കൂലിപ്പണിക്ക് പോകുന്ന ഈ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഗോകുൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ മരുന്ന് പരീക്ഷണം വികലമാക്കിയ ഈ ശരീരം മറ്റൊന്നിനോടും പ്രതികരിക്കുന്നില്ല എന്നതാണ് സത്യം. ക്യാമറമാൻ ലിമേഷ് ചെറുപേഷ്ക്കൊപ്പം കണ്ണൂരിൽ നിന്നും കെ. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.